ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കണക്കുകൾ നമ്മൾ പഠിച്ചു. കുറച്ചും കൂടി കണക്കുകൾ നമുക്ക് ബാക്കിയുണ്ട്, അതുകൂടി നമുക്ക് ചെയ്യാം. ഇതിൽ പലതും ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ SSC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. 33 ഇതെല്ലാം നമുക്ക് എക്സാമിന് ചോദ്യം വന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഇവിടെ പറയേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24 കൊണ്ടുള്ള നിശേഷ ഹരണം. 24 എന്നത് 3 × 8 ആണ് 24. അതായത് 3 കൊണ്ടും 8 കൊണ്ടും പൊതുവായി നിശേഷം, അതായത് 3 കൊണ്ടും 8 കൊണ്ടും നിശേഷം വരിക്കാൻ പറ്റാവുന്ന ഏതൊരു സംഖ്യയും നമുക്ക് 24 കൊണ്ടും നിശേഷം വരിക്കാൻ പറ്റും. അതായത് 3 കൊണ്ടും 8 കൊണ്ടും നിശേഷം വരിക്കാൻ പറ്റാവുന്ന സംഖ്യ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് 24 കൊണ്ട് നിശേഷം വരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 33 കൊണ്ടുള്ള നിശേഷ ഹരണ സാധ്യത. 33 കൊണ്ടുള്ള നിശേഷ ഹരണ സാധ്യത എന്ന് പറയുന്നത് 3 × 11 ആണ് 33. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയെ 3 കൊണ്ടും 11 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് ഏതുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും? 33 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് 36 ആണ്, 36 ആണ്. 4 × 9 ആണ് 36. 4 9 36. അതായത് 4 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന ഏതൊരു സംഖ്യയും നമുക്ക് 36 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അടുത്തത് 40. 8 × 5 40 എന്ന് പറഞ്ഞാൽ 5 കൊണ്ടും 8 കൊണ്ടും എന്ന് പറഞ്ഞാൽ 5 കൊണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവസാനം 0യോ 5ഓ വരള് നിർബന്ധമാണ് അല്ലെ? അങ്ങനെയുള്ള സംഖ്യ ആയിരിക്കണം. മാത്രമല്ല എന്തിൻ്റെ ഗുണിതവുമായിരിക്കണം? 8ൻ്റെ ഗുണിതവുമായിരിക്കണം. ഓക്കെ, അപ്പോൾ 5 കൊണ്ടും 8 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 40 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഇനി 45 കൊണ്ടാണെങ്കിൽ 5 × 9 ആണ് 45. എന്ന് പറഞ്ഞാൽ 5 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏതൊരു സംഖ്യയും നമുക്ക് 45 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. മറ്റൊന്ന് 48. 6 × 8 6 8 48 എന്ന് പറഞ്ഞാൽ 6 കൊണ്ടും 8 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 48 കൊണ്ടും നിശേഷം ഹരിക്കാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് 55നെ കുറിച്ചാണ്. 55 കൊണ്ടുള്ള നിശേഷ ഹരണ സാധ്യത. നമുക്കറിയാം ഇങ്ങനെ ഒരേ നമ്പർ അല്ലെ ആവർത്തിച്ചുള്ള ഡിജിറ്റാണ് വരുന്നതെങ്കിൽ ഒരേ ഡിജിറ്റ് 2 തവണ, അതായത് 33 55 99 ഒക്കെ വരികയാണെങ്കിൽ 11 ആയിരിക്കും ഒരു ഡിജിറ്റ്. 11 ആയിരിക്കും ഒരു സംഖ്യ അല്ലെ? അപ്പോൾ 55 കൊണ്ടുള്ള നിശേഷ ഹരണ സാധ്യത എന്ന് പറയുന്നത് 11 × 5 എന്ന് പറഞ്ഞാൽ 5 കൊണ്ടും 11 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 55 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. ഇനി അടുത്തത് 72 ആണ്. 8 × 9 8 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 72 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഇനി നമുക്കറിയാം അടുത്തത് 99. കണ്ടോ 99 ഇങ്ങനെ 99 22 33 അല്ലെ? അത് 33 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താണ് അതിൽ 1 11 എന്ന സംഖ്യ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 99 കൊണ്ടുള്ള നിശേഷ ഹരണ സാധ്യത എന്ന് പറയുന്നത് 11 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 99 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഇത് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഡിഗ്രി ലെവൽ എക്സാം അതുപോലെ തന്നെ SSC എക്സാമിനാണ് ഈ ഇത്തരം സംഖ്യകളൊക്കെ നമുക്ക് സാധാരണ കണ്ടുവരാറുള്ളത്. അപ്പോൾ ഓക്കെ, നോട്ട് എഴുതുക, അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.